ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ പേര് എൻ്റെ അടുത്ത് കിച്ചണിലെ സാധനങ്ങൾ എവിടുന്നാണ് മേടിച്ചതെന്ന് അതൊന്ന് വിശദമായി കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കുവാണേ. സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ആദ്യം നമുക്ക് പഞ്ചസാരയിൽ നിന്ന് തുടങ്ങാം. എൻ്റെ പഞ്ചസാര ഇടുന്നത് മാത്രം നോക്കിക്കും. പിന്നെ നോക്കിക്കും, ഇത് ഞാൻ ഹോം സെൻറ്റർ നോക്കിക്കോ, സൂം ചെയ്ത് കാണിച്ചോളൂ. ഷുഗർ, ഇത് ബെസ്റ്റ് സൈഡ്. നമുക്കിപ്പോൾ ചൂടുള്ള എന്തെങ്കിലും ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ പുറത്തോട്ട് കുക്കർ എന്തൊക്കെ ഇറക്കി വെക്കാൻ കഴിയും. ഇതെല്ലാം ഈ പോട്ടുകളെല്ലാം അവിടുന്ന് മേടിച്ചേക്കാം. കോഫി, ടീ, ഷുഗർ, ഇത് മൂന്നോട് വെച്ചത്. ഈ സംഭവം അവിടുന്നാണ് മേടിച്ചത്. ഈ കത്തി അവിടുന്നാണ് മേടിച്ചത്. ഹോം സെൻറ്ററിലുണ്ട് കേട്ടോ. പിന്നെ ഇത് ലുലുന്നാണ് മേടിച്ചത്. ഇത് വെസ്റ്റ് സൈഡ് നമ്മുടെ ഒരു കടയിൽ നിന്നാണ് ഇത് മേടിച്ചത്. ഇതിങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്ന് ഓർത്തു. പിന്നെ ഇത് ഞാൻ നേരത്തെ ഇവിടുന്ന് മേടിച്ചത് പനമ്പള്ളി താങ്ങിൽ കോസി എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ഹോം ഡെക്കോറിൻ്റെ. അവിടെ നിന്ന് മേടിച്ച് ഇത് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഇട്ട് നേരത്തെ മേടിച്ച് വെച്ചിരുന്ന കേട്ടോ. ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ പലതും ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിരുന്നു. ഇപ്പോൾ ഉടനെ മേടിച്ചതല്ല കേട്ടോ. ഇത് കണ്ടത് നെയ്യൊക്കെ ഇടാൻ, നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഇടാം, ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ നെയ്യ് ഇടാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഇത് എവിടുന്നാണ് മേടിച്ചത്? വെസ്റ്റ് സൈഡ്. ഇത് ഹോം സെൻറ്ററിൻ്റെ കുപ്പി. ഇങ്ങനത്തെ നല്ല രസമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഇത് പാവയ്ക്ക കൊണ്ടാട്ടം. പാവയ്ക്ക കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ പുരട്ടി ഉണക്കി വെച്ചിരിക്കും. ഇത് തീയൽ വെച്ചാലും നല്ലതാണ്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തീയൽ വെച്ചാലും നല്ലതാണ്. ഇത് ചുമ്മാ വറുത്തെടുത്താലും നല്ലതാണ്. അങ്ങനെ ഇത് ഹോം സെൻറ്ററിലെ കുപ്പികൾ. ഇത് ഈന്തപ്പഴമാണ്. ഞാൻ ചോറുണ്ടൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു മധുരം കഴിക്കണം, അപ്പം ഞാൻ ഈന്തപ്പഴം ഇങ്ങനെ. ഇത് ഏലക്ക. ബോന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചായയിൽ ഏലക്ക ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഏലക്ക ഇങ്ങനെ അടിമാലിയിൽ എനിക്കൊരു കുട്ടിയുണ്ട്, കുട്ടമ്പുഴയിൽ ഒരു അനിയത്തി കുട്ടി. അവളെനിക്ക് കൊണ്ടുതന്നെയാണ് ഈ ഏലക്ക. അപ്പം ഞാനത് ഭംഗിയോടുകൂടി ഇങ്ങനെ വെച്ചതാണ് ചക്കരകൾ. അപ്പം ഇതൊക്കെ ഞാൻ എവിടുന്നാണ് വെച്ചത്? ഈ ഭരണികൾ കണ്ട നല്ല രസമില്ലേ? എനിക്ക് ഞാനിത് ഉപ്പിലിടാൻ വേണ്ടി കഴുകി ഇന്നലെ സെറ്റാക്കി വെച്ചതാണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഭരണിയൊക്കെ. ഇങ്ങനത്തെ നല്ല വിലയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടാൽ ബോവൻ നിങ്ങളുടെ വേണ്ടി ഇതിൽ ഒറ്റയ്ക്ക് പോയിട്ട് മേടിച്ച് വേഗത്ത് കൊണ്ടുവന്നിട്ട് ചക്കരകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സംഭവമല്ല. ഇങ്ങനത്തെ കൊണ്ട് നമ്മുടെ അടുക്കളയിലോട്ടൊരു സന്തോഷം തോന്നും നമുക്ക് അല്ലേ. ഹോം സെൻറ്ററിൽ പോയാൽ മതി, കിട്ടുവേ. നല്ല രസമല്ലേ അടുക്കള. ഞാൻ ആദ്യം ചേർത്ത് പഞ്ചസാര തേരിയിട്ട് വെച്ചാൽ പിന്നെ എനിക്ക് കണ്ടിട്ട് അത്ര പിടിച്ചില്ല. വേറെ എടുത്ത് അതിനകത്താക്കി ഞാനിങ്ങനെ ഇപ്പൊ എനിക്കൊരു സ്ഥലത്തിനകത്ത് കോഫി പൗഡർ, പഞ്ചസാര, ഇങ്ങനത്തെ ടിന്നുകളൊക്കെ ഇല്ലേ. ഇത് പല മോഡലിൽ പല പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞാൽ ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിക്കത്തില്ല. ഞാനത് മേടിച്ച് സെറ്റാക്കി വെച്ചേക്കും. എന്നിട്ട് ഈ അടുക്കളയിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ പുതിയത് വെക്കും, പിന്നെ 2 ആഴ്ച വീണ്ടും മാറ്റും. അങ്ങനെ മാറ്റും ഞാൻ. അതുകൊണ്ടാണ് എപ്പോഴും പുതുമയോടെ ഇരിക്കുന്നത്. അടുക്കള കാണുമ്പോൾ ഒരു വ്യത്യസ്തത തോന്നി. എനിക്കൊരു എനർജി തോന്നണ്ടേ. എനിക്ക് പോസിറ്റീവ് എനർജി തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യില്ലൊക്കെ. വഴക്ക് കേട്ടാലും ഞാൻ ചെയ്യും. പിന്നെ ഇതിങ്ങനെ, പിന്നെ ഈ സംഭവം കണ്ട, ഇതിങ്ങനെ കപ്പുകളൊക്കെ വെക്കാലോ, എണ്ണയൊക്കെ ഇങ്ങനെ വെക്കാലോ, എൻ്റെ മനസ്സിൽ ഐഡിയ തോന്നി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഹോം സെൻറ്ററിലെ കുപ്പികളാണ് ഇതൊക്കെ. ഇത് ഞാൻ കടലൂരോ എന്തോ കടപ്പുറോ എന്തോ ഒരു നമ്മുടെ കലൂര് ഒരു മീൻ കടയുണ്ട്, ഞാൻ മീൻ മേടിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കടയുടെ തൊട്ടടുത്തൊരു ഫർണിച്ചർ കട. അവിടെ ഇതിങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടേ. ഞാൻ വെറുതെ ഫർണിച്ചർ നോക്കാൻ വേണ്ടി കയറി. ഇപ്പോൾ വീടിൻ്റെ കാര്യം നേരത്തെ തന്നെ മനസ്സിൽ പ്ലാൻ ഉണ്ട്, ഒരു വീട് എപ്പോഴെങ്കിലും എനിക്ക് വരുമെന്ന്. അപ്പോൾ ആ സമയത്ത് വേണമെന്ന് ഞാനിത് ഒരു 6 മാസം മുമ്പ് ഇങ്ങനെ മേടിച്ച് വെച്ചാൽ. വേറെ സംഭവങ്ങളുണ്ട് ഇങ്ങനെ പ്ലേറ്റൊക്കെ വെക്കുന്ന നല്ല സംഭവങ്ങളുണ്ട്. അതൊന്നും വെക്കാൻ എനിക്ക് വർക്ക് ഏരിയ വന്നാലേ വെക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ സെറ്റായിട്ടുണ്ട്. ഞാനിത് മേടിച്ച് ബോബോ മീൻ കട നിൽക്കുന്ന സമയത്ത് ഓടിപ്പോയി ഞാൻ ഇത് മേടിച്ചിങ്ങനെ വെച്ച് അങ്ങനെ ചെയ്യും ഞാൻ. വഴക്കുറേ പോവും. അപ്പോൾ ഇതൊക്കെ അങ്ങനെ മേടിച്ചു. ഇതൊക്കെ ഹോം സെൻറ്ററിൻ്റെ അല്ല, വെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നല്ലേ ചക്കരകളെ, ഒരു സന്തോഷം തോന്നല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ അടുക്കള കാണുമ്പോൾ നമുക്ക് അടുക്കള നിൽക്കാൻ തോന്നുന്നു, ജോലി ചെയ്യാൻ തോന്നുന്നു അല്ലേ. ഇതാണ് ഈ ഏരിയ. ഇഷ്ടമായാണിത്. ഈ നെക്സ്റ്റ് കൗണ്ടർ ടോപ്പ് കാണിച്ചു തരാം. ഇത് കണ്ട, ഇതൊക്കെ ഞാൻ നേരത്തെ ഞാൻ ഇവിടെയാണ് അബുദാബി താമസിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ച ഇതൊക്കെ. ഇത് ഇവിടെ നിന്നാണ് മേടിച്ചത്, ഗുരുവായൂരപ്പ. ഇതും ഹോം സെൻറ്ററാണ്. ഇത് ഇവിടെ നിന്നാണ് മേടിച്ചത്. ഇത് വെള്ളം കുടിക്കാൻ
കേക്കിന് നല്ലതെന്നൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ കേൾക്കും. എന്നിട്ട് ഞാനങ്ങനെ മേടിച്ചത്. ഇത് ഇവിടെ നിന്ന് മേടിച്ചത്, ബോംബെ സ്റ്റോറിൽ നിന്ന് മേടിച്ചത്. ഇതൊക്കെ അങ്ങനെ മേടിച്ചത്. ഇത് ഹോം എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് മേടിച്ചത്. ഈ സംഭവം കണ്ട, ഈ കട്ടിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. നോക്കിക്കേ, ഇത് ബോംബെ സ്റ്റോറിലാണ് ഈ 2 കുപ്പികൾ. ഇതൊക്കെ ഹോം, ഇത് ഹോം സെൻറ്ററിലെ ഈ മാർബിൾ സ്പൂൺ ഇടുന്ന ഈ സംഭവം മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതെവിടെ നിന്നാണ്? ഹോം സെൻറ്റർ. പിന്നെ ഹോം എന്ന് പറയുന്ന കടയിലും ഇതുണ്ട്, അവിടെ നിന്ന് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. കണ്ട, 2 കട്ടിൽ വാങ്ങിയ. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത്, ഹോം സെൻറ്റർ. കൂടുതലും എനിക്ക് ഹോം സെൻറ്ററാണ് കൂടുതൽ. വെസ്റ്റ് സൈഡ് അവിടെ നല്ല യൂണിക് ആയിട്ടുള്ള സംഭവം കിട്ടും. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ ഇതൊന്നും അറിയാത്തത്. പുറത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഹോം സെൻറ്ററും പിന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ ഗൾഫിലൊക്കെ, ഞാൻ മറന്നുപോയി അതിൻ്റെ പേര്. ഐക്യയിലൊക്കെ പോയി മേടിക്കുന്നവർക്ക് അറിയാം. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്കാണ് ഇത്ര ഹോം ഡെക്കോർ സംഭവം കുറവാണ് കടകൾ അല്ലേ. ഇപ്പം നമ്മൾ ഓൺലൈനിലൂടെയാണൊക്കെ കാണാം. ഞാൻ ഓൺലൈനിലൂടെ കാണുമ്പോൾ എവിടെയാണ് സെർച്ച് ചെയ്ത് ദൂരെ കോഴിക്കോടും ദൂരെയൊക്കെയാണ് ഉള്ളത്. ഇത് കണ്ട, എറണാകുളത്തെവിടെയും നല്ല ഇങ്ങനെ ക്രോക്കറി ഐറ്റംസ് വിൽക്കുന്ന കടയുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരണേ, ഞാനത് തപ്പിപ്പോകും. ഇതെല്ലാം ഇവിടെ നിന്ന് മേടിച്ച്. ഇതൊക്കെ ഞാൻ ഈ പോട്ട് കണ്ട, നല്ല രസമില്ല ഈ പോട്ട് കണ്ട. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ മണി പ്ലാന്റ് ഇട്ട് വെച്ചത്. ഇതൊക്കെ വെറുതെ ഞാനൊരു പോസിറ്റീവിന് വേണ്ടി വെച്ചത്. ഈ ബുദ്ധൻ ഇത് ഇങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കുന്നത് പണം വരാനാന്ന് പറയും. അപ്പോൾ ഞാനവിടെ തന്നെ എൻ്റെ അടുക്കളയിൽ തന്നെ അടിക്കട്ടെന്ന് പറഞ്ഞു. ഇത് ഇവിടെ പുകയ്ക്കുന്നതാണ് ഞാൻ, ചാമ്പ്രാണി അങ്ങനത്തെ സാധനങ്ങൾ, നല്ല സുഗന്ധങ്ങൾ പുകയ്ക്കുന്നതാണ് അടുക്കളയിൽ. പിന്നെ ഇത് ടവൽ സ്റ്റാൻഡാണ്, നമുക്ക് കൈയൊക്കെ തുടയ്ക്കുന്ന തുണി ഇങ്ങനെ ഇടാം. അപ്പോൾ ഇത് എടുത്ത് നമ്മൾ നടപടിക്കത്തില്ല. ഇപ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും ആണെങ്കിലും നമ്മൾ ഇതേ തുടത്തില്ല, എന്തെങ്കിലും സംഭവമാണെന്ന് പുറത്ത് തുടത്തില്ല. നമുക്ക് ജോലിയൊക്കെ ചെയ്തിട്ടൊന്ന് കൈ തുടയ്ക്കണമെങ്കിൽ തുടയ്ക്കാം, ഒന്ന് മുഖം തുടയ്ക്കണമെങ്കിൽ തുടയ്ക്കാം, അത്രയുള്ളൂ. ഇത് പിന്നെ ഞാനിങ്ങനെ മണി പ്ലാന്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. പിന്നെ ഇത് ഞാനിങ്ങനെ ഡിഷ് വാഷൊക്കെ ചെയ്യുന്ന സംഭവം. ഇത് ശരിക്കും ഒരു ഷോ കിച്ചനാണ്, അധികം ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് വർക്ക് ഏരിയ വെച്ച് വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ഇവിടെ വെക്കത്തില്ലായിരുന്നു, മനസ്സിലായി. ഇത് നമ്മുടെ സൗകര്യം കുറവാണ്. ഇത് ഞാൻ ദുബായ് ഐക്യെന്ന് മേടിച്ച ഈ പ്ലേറ്റ് സ്റ്റാൻഡാണ്. എൻ്റെ അടുത്ത് 2-3 ഇരിപ്പുണ്ട്. ഞാൻ മേടിച്ചെനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പ്ലേറ്റുകളൊക്കെ ലുലുവിൻ്റെയാണ് കേട്ടോ, ഹോം സെൻറ്ററിൻ്റെ ലുലുവിൻ്റെയാണ് പ്ലേറ്റുകളൊക്കെ. ഇത് ഞാൻ വാങ്ങിയത് എവിടുന്നാണ്? ഹോം എന്ന് പറയുന്ന കടയുണ്ട്, ഹോം നീൽക്കമല ഹോം എന്ന് പറയുന്ന ഒരു കടയുണ്ട്, അവിടുന്ന് ഞാൻ വാങ്ങിയതായത്. ഇത് കൊള്ളാമില്ല, 2 പേര് വന്നാൽ ചായയൊക്കെ കൊടുക്കാമല്ലോ നമുക്ക് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വലുതുണ്ട്, ഈ ട്രൈ ചെറുതുണ്ട്, 2-3 ട്രൈ ഇത് തന്നെ വാങ്ങി, വലുതും ചെറുതുമായിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. ഇതൊക്കെ ലുലുന്ന് മേടിച്ച സ്റ്റാൻഡും ലുലുന്ന് മേടിച്ച സ്റ്റാൻഡാണ് ഇങ്ങനത്തെ ഗ്ലാസ്സുകൾ. ഇത് പിന്നെ ഞാൻ ഇടുന്ന ഇത് ഹോമിൽ നിന്ന് വാങ്ങിയത്. ഇതൊക്കെ ഇത് മറ്റേ കോസി പനമ്പള്ളി എന്ന് പറഞ്ഞൊരു കോസി എന്ന് പറഞ്ഞൊരു കടയില്ലേ, അവിടെ നിന്ന് വാങ്ങിയതാണ് ഇത്. ഇതൊക്കെ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറേ കാണും ഇങ്ങനത്തെ സംഭവങ്ങൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തൊക്കെ സ്പൂൺ ഇടുന്ന റാക്കുണ്ട്, ഇത് കണ്ട. ഇതൊക്കെ ഞാൻ വേറെ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇതിനകത്ത് ഇറക്കി വെച്ചിരിക്കുക. ഇത് ഞാൻ അങ്ങനത്തെ ആ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ കഴിക്കുന്ന ഗുളികയാണ് ഇതിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. ഇത് സ്നാക്സ് ഒക്കെ ഇടാൻ വേണ്ടി, ബ്രെഡ് മേടിച്ച് വെക്കാൻ വേണ്ടി, അതൊക്കെ ഒരു അത്യാവശ്യമാണ്. കാരണം നമുക്ക് എപ്പോഴും ബ്രെഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബോബിന് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് സ്നാക്സ് ഒക്കെ ഇടുന്നു. എന്തെങ്കിലും ചായക്ക് കടിയൊക്കെ മേടിച്ച് നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാമല്ലോ സൂക്ഷിച്ച്. ഒരു വൃത്തി തോന്നും, അതാണ് മെയിൻ കാര്യം. ഇത് ഞാൻ പിട്ടാപ്പള്ളിയിൽ നിന്ന് മേടിച്ചൊരു ഫ്ലാസ്ക്, അതിൻ്റെ കളർ കണ്ട് വാങ്ങിയതാണ്, കുഴപ്പമില്ല. ഇത് ഇരുമ്പാണേ, ഞാൻ ഇതും ഇതിൻ്റെ കളർ കണ്ടിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ, എനിക്ക് ഈ ചൂട് സംഭവങ്ങളെല്ലാം ഈ ഫ്ലോറിൽ ഇറക്കി വെക്കരുതല്ലോ, അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് ഇറക്കി വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ മേടിച്ചത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കിച്ചൺ ടൂർ. ഇനി അടുത്തത് നെക്സ്റ്റിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ടാറ്റാ ബൈ ബൈ.